വയസ്സ് പ്രായമുള്ള കറുപ്പ് നിറമുള്ള 4-വീലർ ലൈസൻസ് ഉള്ള ആൺകുട്ടികളെ ഹൗസ് ഡ്രൈവറായിട്ട് ആവശ്യമുണ്ട്. അങ്ങനെയൊരു ക്യാപ്ഷൻ കണ്ടിട്ടാണ് അമൽ ഫേസ്ബുക്കിൽ കണ്ട ആ പോസ്റ്റ് വിശദമായി വായിച്ചത്. വീട്ടിൽ തന്നെ താമസിക്കേണ്ടി വരും. പ്രായമായ അച്ഛനെയും അമ്മയും ചിലപ്പോഴൊക്കെ അമ്പലത്തിലും അസുഖമുള്ളപ്പോൾ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകേണ്ടിയും വരും. കൂടാതെ എന്നെയും ഭർത്താവിനെയും ഓഫീസിൽ കൊണ്ടുപോകുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യണം. അല്ലാത്ത സമയങ്ങളിൽ എൻ്റെ മകൻ്റെ മുറി വൃത്തിയാക്കുകയും അവൻ്റെ ഡ്രസ്സും മറ്റും അടുക്കിപ്പെറുക്കി വെക്കുകയും ചെയ്യണം. താല്പര്യമുള്ളവർ എല്ലാ ഞായറാഴ്ചയും സ്വന്തം വീട്ടിൽ പോയിട്ട് അന്ന് തന്നെ തിരിച്ചെത്താൻ പാകത്തിന് ദൂരത്തിലുള്ളവരായിരിക്കണം. ചിലവുകളെല്ലാം കഴിഞ്ഞ് 25,000 രൂപ സാലറി കൊടുക്കും. സമ്മതമാണെന്നുള്ളവർ ബയോഡേറ്റ സഹിതം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അവിശ്വസനീയതയോടെ അമൽ വീണ്ടും അത് വായിച്ചു. ഒരു സ്ത്രീയുടെ പ്രൊഫൈലായിരുന്നു അത്. ജിജ്ഞാസയോടെ അമൽ ആ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് നോക്കി. അതിൽ കണ്ട ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കണക്ക് കൂട്ടിയപ്പോൾ 40 വയസ്സ് പ്രായമുള്ള സ്ത്രീയാണെങ്കിലും ഫോട്ടോയിൽ കണ്ടിട്ട് അത്രയും തോന്നുന്നുണ്ടായിരുന്നില്ല. മറ്റു ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. ഗ്യാലറിയിൽ കുറച്ച് പൂക്കളുടെ ഫോട്ടോസ് മാത്രമാണുള്ളത്. ആ പോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ട് 7 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. അമൽ വേഗം തന്നെ താഴെ കണ്ട നമ്പറിലേക്ക് വിളിച്ചു. ഹലോ ഹലോ മാഡം, എൻ്റെ പേര് അമലെന്നാണ്. എനിക്ക് 20 വയസ്സാണ്. മാഡത്തിൻ്റെ വീട്ടിലെ കാർ ഡ്രൈവറാകാൻ താല്പര്യമുണ്ട്. മാഡം പറഞ്ഞ ഡിമാൻഡുകളൊക്കെ എനിക്ക് സമ്മതമാണ്. പക്ഷേ കാണാൻ കുറച്ച് വെളുത്തിട്ടാണ്. അതൊരു കുറവായിട്ട് തോന്നുന്നില്ലെങ്കിൽ ഈ ജോലി മാഡം എനിക്ക് തന്നെ തരണം പ്ലീസ്. വെളുത്ത നിറമാണെന്നത് ഒരു പ്രോബ്ലം തന്നെയാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് കാർമുകിൽ വർണ്ണനെ പോലെയുള്ള ഒരാളാണ്. അമലിനെ ഞാൻ തൽക്കാലം വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് ഇട്ടേക്കാം. മറ്റപേക്ഷകളൊന്നും വന്നില്ലെങ്കിൽ ഞാൻ വിളിക്കാം. അയ്യോ മാഡം, അങ്ങനെ പറയരുത്. ഈ ജോലി എനിക്ക് അത്യാവശ്യമായിരുന്നു. എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് പകുതി ശമ്പളം തന്നാൽ മതി. പിന്നെ എല്ലാ ഞായറാഴ്ചയും എന്നെ വീട്ടിൽ വിടേണ്ട. മാഡത്തിന് ഇഷ്ടമുള്ളപ്പോൾ മാത്രം വിട്ടാൽ മതി. ഓ, താൻ എന്നെ പ്രതിസന്ധിയിലാക്കിയല്ലോടോ. ഈ ജോലിക്ക് തനിക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ ബാക്കി ഡീറ്റെയിൽസുമായി നാളെ തന്നെ വന്നോളൂ. ഓക്കെ മാഡം, താങ്ക് യു സോ മച്ച്. പിറ്റേന്ന് അതിരാവിലെ തന്നെ റെഡിയായി അമൽ ആ സ്ത്രീ കൊടുത്ത അഡ്രസ്സ് തേടി യാത്രയായി. നഗരത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി അത്യാവശ്യം സൗകര്യങ്ങളൊക്കെയുള്ള ഒരു ഗ്രാമപ്രദേശമായിരുന്നത്. വിളഞ്ഞ നെൽപ്പാടങ്ങൾക്ക് നടുവിലൂടെയുള്ള ചെങ്കൽപാത താണ്ടിയാണ് സാമാന്യം വലിപ്പമുള്ള ആ ഇരുനില വീടിൻ്റെ മുന്നിൽ അമലെത്തിയത്. കവുങ്ങും മാവും തെങ്ങും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വിശാലമായ മുറ്റത്തിന് നടുവിലൂടെ അടഞ്ഞുകിടന്ന ആ വീടിൻ്റെ മുന്നിലെത്തിയ അമൽ ഉത്കണ്ഠയോടെ കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. അല്പസമയം കഴിഞ്ഞു വന്ന വാതിൽ തുറന്ന സ്ത്രീക്ക് FBയിൽ കണ്ട ഫോട്ടോയിലെ രൂപമായിരുന്നു. ആ, അമലല്ലേ, കയറി വരൂ. അവർ അമലിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അച്ഛനെയും അമ്മയെയും ഒക്കെ പരിചയപ്പെടുത്തി. നീയൊന്നും കഴിച്ചിട്ടില്ലല്ലോ, വരൂ, ഞാൻ ദോശ എടുത്തു തരാം. നീ എന്ന വിളിയിലൂടെ ആ സ്ത്രീക്ക് തന്നോടുള്ള അകൽച്ച കുറഞ്ഞു വരുന്നത് അമലിനെ സന്തോഷവാനാക്കി. ചേട്ടാ, ഇതാണ് അമൽ. കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങോട്ടേക്ക് കടന്നു വന്ന പുരുഷൻ അവരുടെ ഭർത്താവാണെന്ന് അമലിന് മനസ്സിലായി. ഹായ് അമൽ, താൻ മിടുക്കനാണല്ലോ. ഒരു ചെറിയ അമീർ ഖാൻ്റെ ലുക്കൊക്കെ ഉണ്ട്. അയാൾ ചിരിയോടെ അമലിനോട് സംസാരിച്ചു. ആ പിന്നെ അമൽ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങളെ ഒന്ന് ഓഫീസിലെത്തിക്കണം കേട്ടോ. ചെയ്യാം സാർ. സാറോ? എന്താ മഞ്ജു, നീ ഇവനോട് അങ്ങനെ വിളിക്കാനാണോ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞിട്ടില്ല സേതുവേട്ടാ. കേട്ടോ അമലെ, നീ ഞങ്ങളെ അങ്കിളെന്നോ ആൻറ്റിയെന്നും വിളിച്ചാൽ മതി. അമലത് തലകുലുക്കി സമ്മതിച്ചു. സേതുവിനെ ആദ്യം ഓഫീസിലിറക്കിയിട്ടാണ് മഞ്ജുവിൻ്റെ ഓഫീസിലേക്ക് പോയത്. ആ അമലെ, നീ വീട്ടിൽ ചെല്ലുമ്പോഴേ ഒരു ഉപകാരം ചെയ്യണം. ആ വാഷിംഗ് മെഷീനിൽ സഞ്ജുമോൻ്റെ ഡ്രസ്സ് കഴുകി പിഴിഞ്ഞിട്ടിട്ടുണ്ട്. അതെടുത്ത് അഴയിലൊന്ന് വിരിച്ചിട്ടേക്കണേ. ഞാനങ്ങ് മറന്നുപോയി. കാറിൽ നിന്ന് ഓഫീസ് പടിക്കലേക്ക് ഇറങ്ങുമ്പോൾ മഞ്ജു പറഞ്ഞു. അത് ഞാൻ ചെയ്തോളാം മാഡം. സോറി ആൻറ്റി. അല്ല, സഞ്ജുവിനെ മാത്രം കണ്ടില്ലല്ലോ, അവനെവിടെയാ? അമൽ ജിജ്ഞാസയോടെ ചോദിച്ചു. അവൻ മുറിയിൽ കിടക്കുന്നത് മോൻ കണ്ടില്ലേ? ഞാനോർത്തു നിങ്ങളെ പരിചയപ്പെട്ട് കാണുമെന്ന്. സാരമില്ല, തിരിച്ചു ചെല്ലുമ്പോൾ അവൻ അവിടെ തന്നെ കാണും. ഭയങ്കര അലസനാണ്. മഞ്ജു ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയപ്പോൾ അമൽ കാറ് തിരിച്ച് വീട്ടിലേക്ക് പോയി. മഞ്ജു പറഞ്ഞതുപോലെ വീട്ടിലെത്തിയ ഉടൻ വാഷിംഗ് മെഷീനിൽ കിട്ടുന്ന സഞ്ജുവിൻ്റെ വസ്ത്രങ്ങളെടുത്ത് അമൽ ടെറസിലെ അഴയിൽ കൊണ്ട് വിരിച്ചിട്ടു. തൻ്റെ അളവിലുള്ള ജേഴ്സിയും ഷർട്ടും പാൻസും ഒക്കെ ആയിരുന്നതുകൊണ്ട് സഞ്ജുവിന് തൻ്റെ പ്രായം തന്നെയാണെന്ന് അമൽ മനസ്സിലാക്കി. താഴേക്ക് വന്നിട്ട് മഞ്ജുവിൻ്റെ അച്ഛനോടും അമ്മയോടും ചോദിച്ചിട്ടാണ് സഞ്ജുവിൻ്റെ മുറിയിലേക്ക് അമൽ ചെന്നത്. അവിടെ പക്ഷേ സഞ്ജു ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് അച്ഛൻ്റെ വിളി കേട്ടത്. മോൻ ഇവിടെ ഇരിക്കേ, വിശേഷങ്ങളൊക്കെ ചോദിക്കട്ടെ. എവിടെയാ വീട്? വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട് ടൗണിൽ തന്നെയാണ്. എനിക്ക് അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. 2 പേരും UK-യിൽ എഞ്ചിനീയേഴ്സാണ്. UK-യിൽ എഞ്ചിനീയർമാരായ മാതാപിതാക്കളുള്ളപ്പോൾ ഈ നിസാര ശമ്പളത്തിന് വേണ്ടി നീ ജോലിക്ക് വന്നത് എന്തിനാണ്?
അച്ഛനും അമ്മയും അത്ഭുതത്തോടെ അവനോട് ചോദിച്ചു. ഞാൻ ജോലിക്ക് വന്നത് ശമ്പളത്തിന് വേണ്ടിയല്ല. എനിക്ക് ഒറ്റയ്ക്കുള്ള ജീവിതം മടുത്തിട്ടാണ്. ശമ്പളം തന്നില്ലെങ്കിലും ഞാൻ ഈ ജോലി ചെയ്യും. കാരണം എനിക്ക് കിട്ടാത്തതും ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതുമൊക്കെ ഇവിടെയുണ്ട്. നീ എന്താ കൊച്ചി പറയുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. അതെ അച്ഛാ, ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ബോർഡിങ്ങിലാണ് പഠിച്ചത്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് നാട്ടിൽ നിന്ന് പഠിച്ചാൽ മതിയെന്ന് വാശി പിടിച്ചത് എൻ്റെ പേരൻസിനൊപ്പം കഴിയാനായിരുന്നു. അങ്ങനെയാണ് നഗരത്തിലെ സ്കൂളിൽ എന്നെ +1 ചേർത്തത്. പക്ഷേ അവർക്ക് സമ്പാദിക്കാനായിരുന്നു താല്പര്യം. +2 കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഒരു ജോലിക്കാരനെയും ഏർപ്പാടാക്കി തന്നിട്ട് അവർ UK പോയി. അയാൾ കൃത്യസമയത്ത് എനിക്ക് ഭക്ഷണം തരികയും എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ അതൊന്നും ആയിരുന്നില്ല എനിക്ക് വേണ്ടിയിരുന്നത്. അച്ഛനും അമ്മയും സഹോദരനും സഹോദരിയും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെയുള്ള വീട്ടിൽ കളിയും ചിരിയും ഒക്കെയായി ജീവിക്കാൻ ഞാൻ ഏറെ കൊതിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടുത്തെ മാഡത്തിൻ്റെ പോസ്റ്റ് ഞാൻ കാണുന്നത്. ഇവിടെ വന്നതിന് ശേഷം എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവാണ്. ഇതുപോലൊരു വീടാണ് ഞാൻ ആഗ്രഹിച്ചത്. മാഡം വരുമ്പോൾ എന്നെ ഇവിടെ നിന്ന് ഒരിക്കലും പറഞ്ഞു വിടരുതേ എന്ന് പറയണേ അച്ഛാ. ഇല്ല കുഞ്ഞെ, നീ സ്വയം പോകുമ്പോഴല്ലാതെ അവർ ഒരിക്കലും നിന്നെ പറഞ്ഞു വിടില്ല. കാരണം അവരും നിന്നെപ്പോലൊരു മകനെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതെന്തിനാച്ചാ? സഞ്ജു അവരുടെ മോനല്ലേ? ആയിരുന്നു. പക്ഷെ ദൈവം ഞങ്ങളുടെ സഞ്ജുവിനെ നേരത്തെ വിളിച്ചുകൊണ്ടുപോയി. അയാളുടെ ശബ്ദമിടറി. അത് കേട്ട് ശബ്ദനായി നിന്ന അമലിനോട് അച്ഛനും അമ്മയും കൂടി ബാക്കി കഥകൾ പറഞ്ഞു. മോൻ്റെ പ്രായമായിരുന്നു സഞ്ജുവിന്. ഞങ്ങളുടെ ഓമനയായിരുന്നു. ജനിച്ചപ്പോഴേ അവൻ നല്ല കറുപ്പായിരുന്നു. പണ്ടു മുതലേ കൂട്ടുകാരൊക്കെ അവനെ കറുമ്പനെന്ന് വിളിച്ച് കളിയാക്കുമായിരുന്നു. ആദ്യമൊക്കെ പരാതിയുമായി അവൻ മഞ്ജുവിൻ്റെ അടുത്ത് വരുമായിരുന്നു. പിന്നെ അതൊക്കെ അവന് ശീലമായി. ഒരിക്കൽ എന്തോ കാര്യം പറഞ്ഞ് മഞ്ജുവുമായി അവൻ വഴക്ക് കൂടി. ദേഷ്യം മൂത്തപ്പോൾ ജയിക്കാനായി അവൾ സഞ്ജുമോനെ കുറുമ്പനെന്ന് വിളിച്ച് പരിഹസിച്ചു. അതവന് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് പോയ സഞ്ജുമോൻ അത്താഴം കഴിക്കാറാകുമ്പോൾ ഇറങ്ങി വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അവൻ ഞങ്ങളെ തോൽപ്പിച്ച് കളഞ്ഞു. ഏറെ നേരം കഴിഞ്ഞിട്ടും താഴേക്ക് വരാത്ത മകനെ നോക്കി മുകളിലെ മുറിയിൽ ചെന്ന എൻ്റെ മോള് കണ്ടത് ഫാനിൽ കെട്ടിത്തൂങ്ങി നിൽക്കുന്ന ഞങ്ങളുടെ പൊന്നു മോനെയാണ്. അത്രയും പറഞ്ഞ് പൊട്ടിക്കരയുന്ന അച്ഛനെയും അമ്മയും നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ അമലിന് കഴിയുമായിരുന്നുള്ളൂ. അപ്പോൾ അവൻ്റെ വസ്ത്രങ്ങളൊക്കെ കഴുകിയിട്ടതെന്തിനാ? അല്പം കഴിഞ്ഞ് അന്തരീക്ഷമൊന്ന് ശാന്തമായപ്പോൾ അമൽ അവരോട് ചോദിച്ചു. മകൻ മരിച്ചുപോയെന്ന് മഞ്ജു ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എല്ലാ ദിവസവും അവൻ്റെ വസ്ത്രങ്ങൾ കഴുകിയിടുന്നതും മുറി വൃത്തിയാക്കുന്നതും. തന്നോട് കലഹിച്ചുകൊണ്ട് അവനെപ്പോഴും ആ മുറിയിൽ തന്നെ ഉണ്ടെന്നാണ് അവൾ വിശ്വസിക്കുന്നത്. അവന് കളിക്കാൻ കൂട്ടുകാരില്ലാത്തത് കൊണ്ടാണ് എപ്പോഴും തന്നോടവൻ കലഹിക്കുന്നതെന്നും പറഞ്ഞാണ് അവന് കൂട്ടായിട്ട് അവൻ്റെ പ്രായത്തിലും നിറത്തിലുമുള്ള ഒരു ഡ്രൈവറെ ആവശ്യപ്പെട്ട് അവൾ പരസ്യം കൊടുത്തത്. മോൻ അവളുടെ വേഷം ശ്രദ്ധിച്ചില്ലേ? സഞ്ജുവിൻ്റെ മരണശേഷം അവൾ കറുത്ത വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാറുള്ളൂ. മകനോട് ചെയ്ത തെറ്റിനുള്ള പ്രായശ്ചിത്തമാണത്. ശരിയാണ്, ഈ വീട്ടിൽ വന്നപ്പോൾ തോന്നിയൊരു പ്രത്യേകതയാണത്. എല്ലായിടത്തുമുണ്ട് കറുപ്പ് നിറം. ഇവിടുത്തെ കാറിനും കൈവരികൾക്കും ജനൽ കമ്പികൾക്കുമൊക്കെ കറുപ്പ് നിറം തന്നെ. അതെ, കറുപ്പിന് ഇത്ര അഴകുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ആ വീടും വീട്ടുകാരും സഞ്ജുവിൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന അന്തരീക്ഷവുമൊക്കെ അമലിൻ്റേത് കൂടിയായി മാറുകയായിരുന്നു പിന്നീട്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.